അസ്സാം വലൈക്കും. ദ ലൈംലൈറ്റ് ബൈ മന്ത്ലി മാഗസിന്റെ മൂന്നാമത്തെ എഡിഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ദ ലിവിങ് ട്രഡീഷൻ സൂഫിസം ബിയോണ്ട് മിസ്റ്റീസം ആ ഒരു തീമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഒരു സീരീസ് ആയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇസ്ലാം ത്രൂ ഒബ്ജക്ട്സ് എന്നുള്ള അന്ന ബിഗ്ലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് അതിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ നഹലുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചകന്റെ ചെരുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇസ്ലാം ത്രൂ ഒബ്ജക്റ്റ് എന്നുള്ള പുസ്തകത്തിന് ഓർഡർ വെച്ച് തുടങ്ങാം. അപ്പം അന്ന ബിഗ്ലോ ബേസിക്കലി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറാണ്. വെസ്റ്റ് ഏഷ്യയിലെ സൗത്ത് ഏഷ്യയിലെ സൂഫിസം അതേപോലെ തന്നെ ഇസ്ലാമിക് മെറ്റീരിയൽ കൾച്ചർ എന്നുള്ള വിഷയത്തിൽ ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് വർക്കുകളും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഈ അന്ന ബിഗ്ലോ എന്ന് പറഞ്ഞ വ്യക്തിത്വം. അവരുടെ ഇസ്ലാം ത്രൂ ഒബ്ജക്റ്റ് എന്നുള്ള പുസ്തകമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാം. ഇസ്ലാം ത്രൂ ഒബ്ജക്റ്റ് എന്നുള്ള ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി ഇത് ആന്തോളജി എന്ന വർക്കാണ്. ആന്തോളജി എന്ന് പറഞ്ഞാൽ എസ്സേകളൊക്കെ ഒരുമിച്ച് കൂട്ടിയൊരു വർക്കാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഓതേഴ്സ് വെച്ചിട്ടുള്ള എസ്സേകളെല്ലാം ഒരുമിച്ച് കൂട്ടിയ ഒരു വർക്കാണ് ഇസ്ലാം ത്രൂ ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു പുസ്തകം. എല്ലാം ഒബ്ജക്റ്റ് വ്യൂവില് ഒരു മെത്തഡോളജി ഉള്ള എസ്സേസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാം ത്രൂ ഒബ്ജക്റ്റ് എന്നുള്ളത് ഈ ഒബ്ജക്റ്റ് എന്നുള്ള വിഷയത്തിലേക്ക് പോകും. അതായത് എന്താണ് ഒരു വസ്തുവിനെ ഇസ്ലാമിക് ആക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് അന്ന ബിഗ്ലോ ഈ പുസ്തകത്തിന് ഇൻട്രൊഡക്ഷൻ എഴുതി തുടങ്ങുന്നത്. ഈ ഭൂമി ലോകത്ത് കാണുന്ന വസ്തുക്കളെല്ലാം ഇസ്ലാമിക് ആണോ? അതാണ് അവരുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിന് മറുപടി പറയാൻ സയ്യിദ് ഹുസൈൻ നസറിന്റെ ഒരു പുസ്തകത്തിന് വെച്ച് നമുക്ക് പറ്റും. ഇതിന് മറുപടി പറയാം. ഇപ്പോ വത്തീൻ വസ്സൈത്തൂൻ വത്തൂരി സീനീൻ വസ്സമാഇ വത്വാരിഖ് അങ്ങനെ ഒരുപാട് ഖുർആനിലെ ആയത്തുകളൊക്കെ അല്ലാഹു തആല മാത്രം വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിരിക്കുന്നു. അപ്പോ ഇതിനൊക്കെ എന്തോ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതിനൊക്കെ എന്തൊക്കെ പ്രത്യേകത ഉണ്ട് എന്നാണ് ഈ ഖുർആനിലെ ആയത്തുകൾ അറിയിക്കുന്നത്. ഇപ്പോ അന്ന ബിഗ്ലോ ഈ ഇത് തുടങ്ങുന്നത് ഇബ്നു അറബിന്റെ ഒരു തോട്ട് വെച്ചിട്ടാണ്. ഫഹൽ മിൻ ജമാദിൻ ലാ നുത്ഖ ലഹു, ഈ ഭൂമി ലോകത്ത് നിർജീവമായ വസ്തുക്കൾക്ക് ഏതെങ്കിലും നുത്ഖ ഇല്ലാത്ത വസ്തുക്കളായിട്ട് ഏതെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ ഔ നബാത്തിൻ ലാ തസ്ബീഹ ലഹു, തസ്ബീഹ് അല്ലാത്ത വസ്തുക്കളായിട്ട് ഈ ഭൂമിയിലത്തെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. അതായത് അവർ ഇബ്നു അറബി പറയുന്നത് ഈ ഭൂമി ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും അല്ലാഹു തആലക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്നാണ്. സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും ഇന്നഹു അലീമുൻ ഗഫൂർ. ഈ ഭൂമി ലോകത്തുള്ള ഈ ഏഴാകാശത്തുള്ള എല്ലാം അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തിരിച്ചറിയുന്നില്ല. തസ്ബീഹും, നിങ്ങൾക്ക് അവരുടെ തസ്ബീഹിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ നമ്മൾ സയ്യിദ് ഹുസൈൻ നസറിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഭൂമി ലോകത്ത് ഖുർആൻ പറയുന്നത് പ്രകാരം രണ്ട് ടൈപ്പ്, അല്ലെങ്കിൽ ഈ ഖുർആനിൽ രണ്ട് ടൈപ്പ് ഓഫ് റെവലേഷൻസ്. ഒന്ന് കിതാബി ആയിട്ടുള്ള റെവലേഷൻസ്, അതായത് ആ ഖുർആൻ ബേസിക്കലായി ആയത്ത് വെച്ചിട്ട് പറഞ്ഞത്. രണ്ടാമതായി വേൾഡ് അറൗണ്ട് us, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന ലോകം. അതിനാണ് ഖുർആൻ പലപ്പോഴും പറഞ്ഞത് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നതിലെ ഖുർആൻ അങ്ങനെ ഒരുപാട് ആയത്തുകളുടെ അവസാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ നാച്ചുറലുള്ള സംഭവങ്ങളൊക്കെ അള്ളാഹുവിന്റെ ആയത്തായിട്ടാണ്, അള്ളാഹിന്റെ ദൃഷ്ടാന്തമായിട്ടാണ്, അള്ളാഹിന്റെ സൈൻ ആയിട്ടാണ് വരുന്നത്. ഈ അന്ന ബിഗ്ലോ ഈ തന്റെ ഇൻട്രൊഡക്ഷൻ, ഈ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഈ ഫിനോമിനൽ വേൾഡ് എന്ന് പറയുന്നത് ഖുർആനും ഹദീസും ഈ ഫിനോമിനൽ വേൾഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പായിട്ടാണ്. ഒന്ന്, അത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതുവരെ ഈ ആയത്തുകൾ പറയുന്നത്. രണ്ടാമതായിട്ട് ഒരു പരീക്ഷണശാലായിട്ടാണ്. സൂറത്തുൽ കഹ്ഫില് ഒരു ആയത്തുണ്ട്, ഇന്നാ ജഅൽനാ മഅൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു. ഈ ഭൂമിയിൽ അല്ലാഹു തആല സൗന്ദര്യം നൽകിയത് എന്തിനാ? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് അമല് ചെയ്യുന്നത് എന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പം അല്ലാഹു തആല ഈ ഭൂമിയിൽ ഒരുപാട് വസ്തുക്കൾക്ക് ഭംഗി നൽകി. പ്രകൃതിയിൽ പല വസ്തുക്കൾക്കും എന്നല്ല എല്ലാത്തിനും അല്ലാഹു തആല ഓരോരുത്തരും സീനത്ത് നൽകി. ഈ ഒരു ആയത്ത് ഇവിടെ ഓതിയപ്പോ ഓർമ്മ വന്നൊരു സംഭവമാണ്. നമ്മുടെ ഒരുപാട് എംപയറുകൾ നമ്മുടെ ഇസ്ലാമിക ലോകത്ത് കടന്നുപോയി. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സ്പെയിനിന്റെ നമ്മളൊരു ഇസ്സത്ത്, ഇസ്ലാമിന്റെ ഒരു ഇസ്സത്ത് നമ്മൾ പൊതുവെ ചരിത്രത്തിൽ പറയാറുള്ള സുവർണ കാലഘട്ടം, അബ്ബാസിയുടെ കാലഘട്ടം, അതോടൊപ്പം തന്നെ അമവികള്, നമ്മുടെ
സ്പെയിൻ ഭരിച്ച അന്തലൂസ് ഭരിച്ച സമയം ഭയങ്കരമായിട്ട് നമ്മള് ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രം പറയുന്ന സമയത്ത് കൊണ്ടാടുന്ന ഒരു ഏരിയകളാണ് ഇത്തരം ഏരിയകൾ. അപ്പൊ അവിടെയൊക്കെ ഞാൻ ഇപ്പൊ ഓർമ്മ വന്നൊരു സംഭവം എന്നുള്ളത് കുർത്തുബയിലുള്ള ഹെദായിക്കനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ ഒരു സ്വർഗം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ജന്ന കോൺസെപ്റ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ഹദായിക്ക, ഒരു ഗാർഡൻ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് നമ്മളെ മാതാ ഖദ്ദമുൽ മുസ്ലിമൂന ലിൽ ആലം എന്നുള്ള ഒരു പുസ്തകത്തെ വെച്ചിട്ട് നമ്മളിങ്ങനെ പഠിച്ചിരുന്നു. ആ സമയത്താണ് ഈ ജന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. സൗന്ദര്യത്തിന് ഇസ്ലാം അതിന് ഒരുപാട് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. യുഹിബ്ബുൽ ജമാൽ എന്നുള്ള ആയത്തൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ സൗന്ദര്യ ശാസ്ത്രം അല്ലെങ്കിൽ സൗന്ദര്യം എന്നുള്ള സംഭവം ഭയങ്കരമായിട്ട് ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് പേർഷ്യ, അതേപോലെ സെൻട്രൽ ഏഷ്യ, അവിടുത്തെ ആർക്കിടെക്ചർ ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. നമ്മൾ പറഞ്ഞ ഈ ആയത്തില് ഇപ്പൊ ഖുർആനിൽ അള്ളാഹു താല പല സ്ഥലത്തും ജന്നത്തിനെ, ഈ സ്വർഗത്തിനെ വിശേഷിപ്പിച്ചുള്ളത് ഒരു നാച്ചുറൽ ഇമേജിനറി വെച്ചിട്ടാണ്. ഒരു ജന്നാത്ത്, ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിന് നടുവിലൂടെ അരുവി എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഈ ഭൂമി ലോകത്ത് കൊടുത്തിട്ടുള്ള ജമാലിയത്ത് എന്നുള്ള സംഭവം അള്ളാഹുവിന്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ടാണ് പറയുന്നത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹുവിന്റെ ഒരു ആട്രിബ്യൂട്ടാണ്. ഈ സൗന്ദര്യത്തെ നമ്മൾ മനസ്സിലാക്കി അതിനെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ തൗഹീദിനെ മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്? അത് അള്ളാഹുവിനെ തിരിച്ചറിയുന്നുള്ള യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ ആ ആട്രിബ്യൂട്ട്, ജമീൽ എന്നുള്ള ആട്രിബ്യൂട്ട്, ആ സിഫത്തിനെ നമ്മൾ തിരിച്ചറിയുന്ന പ്രാധാന്യം. ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു നാച്ചുറൽ ഇമേജിനറി വെച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതായത് നമ്മുടെ വീടുകളിൽ പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ ആ വീടിന് നടുമുറ്റം കൊടുക്കും, അവിടെ വെള്ളം കൊടുക്കും. അവിടെ വെള്ളം കൊടുത്തിട്ട് ആ വീടിന്റെ ഭംഗി കൂട്ടാണ്. ഈ കൺസെപ്റ്റ് വരുന്നത് ഈ ഒരു ഖുർആനിക ആയത്തിൽ നിന്നാണ്. അള്ളാഹു താല ഈ ജന്നത്തിനെ ഡിസ്ക്രൈബ് ചെയ്തു കൊടുത്ത് പലയിടത്തും എന്ത് വെച്ചിട്ടാ, ഒരു നദി വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വെള്ളം വെച്ചിട്ടായിരിക്കും, എന്നിട്ട് അതിനൊപ്പം ഒരു പൂന്തോട്ടം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ ഈ മൗലവി ത്വരീഖത്തില്, അത് ജലാലുദ്ദീൻ റൂമിയുടെ മൗലവി, അവരിൽ ഒരു കൗലുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ നിർജീവമായ വസ്തുക്കൾക്കും അവർ ആക്ച്വലി അവർ ലിവിഡാണ്, അവർക്ക് ജീവനുണ്ട്. അവരെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്തിരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭൂമി ലോകത്തുള്ള ആൾക്കാർ മൊത്തം എന്തുണ്ട്, ഭൂമി ലോകത്തുള്ള ഒബ്ജക്റ്റുകൾ മൊത്തം ഒരു നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനുള്ള അതിന് റെപ്രസെന്റേഷൻ ആയിട്ട് അങ്ങനെ ഒരുപാട് സ്മരണകള്, മറ്റു കാര്യങ്ങള് നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതിനൊക്കെ അർത്ഥം അവർ നമുക്ക് വേണ്ടി ഒരുപാട് സർവീസുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ സേവിക്കപ്പെടുന്ന നമ്മള് സർവീസ് ചെയ്യുന്ന ആ ഹാദ്യമായിട്ടുള്ള നാച്ചുറൽ ഉണ്ടാവുന്ന ഒബ്ജക്റ്റുകളാവട്ടെ, മറ്റു ഒബ്ജക്റ്റ് ആവട്ടെ, അവർക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കാണ്ട്, നമ്മൾ അവരെ ഒരു കുറച്ച് പ്രയോറിറ്റി നമുക്ക് അവർക്ക് കൊടുക്കാണ്ട്, അവരെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അത് അവരുടെ ഒരു ഹക്കാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ഇബ്നു അറബിന്റെ ഫുതുവത്തുൽ മക്കിയിൽ പറയുന്ന ആ തോട്ടെ പറഞ്ഞു. എല്ലാ ജമാഅത്തിനും ഒരു നുത്ഖുണ്ട്, എല്ലാ നബാത്തിനും നുത്ഖുണ്ട്, ഹക്കുണ്ട് എന്ന് പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ഈ സയ്യിദ് ഹുസൈൻ നസ്രി ദ മാൻ ആൻഡ് നാച്ചർ, ദ സ്പിരിച്വൽ ക്രൈസിസ് ഓഫ് മോഡേൺ മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് അദ്ദേഹം പറയുന്നത്, മോഡേൺ മാന്റെ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് കാണുന്ന പല വസ്തുക്കളെയും നമ്മൾ എന്തായി ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ തുടങ്ങി. പണ്ടുള്ള ആൾക്കാർ ഇതിനൊക്കെ കണ്ടിരുന്നത് സയൻസ് ഓഫ് ഗോഡ് ആയിട്ടായിരുന്നു, അള്ളാഹുവിന്റെ ആയത്തായിരുന്നു, അള്ളാഹിന്റെ ദൃഷ്ടാന്തമായിട്ടായിരുന്നു. ഇന്നുള്ളവർ അതിനെ കാണുന്നത് വെറും ഒരു ഒബ്ജക്റ്റ്, ഉപയോഗിക്കുക, യൂസ് ചെയ്യാനുള്ള ഒരു റിസോഴ്സ്, അത് കഴിഞ്ഞിട്ട് വലിച്ചെറിയുക എന്നുള്ള ഒരു മെഷീനായിട്ടേ നമ്മൾ നാച്ചുറിനെ കാണുന്നുള്ളൂ. അതാണ് ശരിക്കും ഇവിടെ പ്രോബ്ലം. ദാറ്റ് ഇസ് മോഡേൺ ക്രൈസിസ്. ആ ക്രൈസിസിനെ ഡിനോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അതിനൊരു പരിഹാരം എന്ന് നൽകാന് ആയിരിക്കാം ഒരു പക്ഷെ അനോബിക്കലോ ഈ പുസ്തകം രചിക്കുന്നത്. ഇസ്ലാം ത്രൂ ഒബ്ജക്റ്റ്. ഇസ്ലാമിക് സ്റ്റഡീസുകളിലൊക്കെ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങള് വളരെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ട അന്നബിഗലയുടെ ഈ ഒരു വർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ആന്ത്രോപോളജി ഒക്കെ എമർജ് ചെയ്ത് വന്നതിന് ശേഷം ഇങ്ങനെ മെറ്റീരിയൽ കൾച്ചറുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഏരിയകൾ, ഫീൽഡുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പൊതുവെ ഇസ്ലാമിനെ ഒബ്ജക്ട്സുകളിലൂടെ കാണാന്നുള്ള ഒരു എന്തൊരു ഡീമെറിറ്റ് ആയിട്ട് കാണുന്ന ഒരു ഇത് നമുക്ക് കാണാൻ കഴിയും. അതെ, അതിന് ആ ചോദ്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒബ്ജക്റ്റിലൂടെയുള്ള സ്റ്റഡീസ് നമ്മളെ മനസ്സിലാക്കി തന്നെ ഇസ്ലാം ഒരു മോണോലിത്തിക് അല്ല. ഇസ്ലാം ഒറ്റ വാക്കിൽ ഒതുങ്ങുന്ന സാധനമല്ല, ഒരു ഏകശിലാ സങ്കല്പം എന്നുള്ളത്. പക്ഷെ ഇസ്ലാം ഒരു പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഒരുപാട് അർത്ഥങ്ങളുള്ള, ഒരുപാട് സ്പിരിച്വലായിട്ട് ഒബ്ജക്റ്റ് എങ്ങനെ എൻഗേജ് ചെയ്തു എന്ന് പഠിപ്പിക്കണ, എങ്ങനെ എൻഗേജ് ചെയ്തെന്ന് മനസ്സിലാക്കാനാണ് ഈ പുസ്തകം തന്നെ ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക് സ്റ്റഡീസിൽ അങ്ങനെ ഒരു പഠനം ഇല്ലായിരുന്നു. അത് ഇന്നത്തെ കാലത്തെ ഇല്ലാത്ത, പണ്ട് കാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. അത് നമ്മൾ വരും ചർച്ചകൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകും. അപ്പോ
അതിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവര് എന്റെ ഏറ്റവും വലിയ പ്രശ്നം നോർമാറ്റീവ് ഡിസ്കോഴ്സ് ആയിട്ട് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് അറബിക് മോഡേൺ റിഫോമേഴ്സിന്റെ സ്വാധീനമാണ്. ഇന്നത്തെ ഇസ്ലാമിക് എന്ന് വിളിക്കുന്ന ഒരുപാട് രാജ്യങ്ങള് മുന്നോട്ട് വെക്കുന്ന പുതിയതായിട്ട് വന്നുള്ള ഒരുപാട് റിഫോമേഴ്സ്, അടക്കം ഒരുപാട് റിഫോമേഴ്സിന്റെ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം അവരെന്താവും, ഇത് വിദാത്താണ്, ഷിർക്കാണ്, ഒരു ഒബ്ജക്റ്റിനെ ആരാധനയിൽ കൂട്ടുക എന്നുള്ളത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തും. പക്ഷെ അതിപ്പോ ഇസ്ലാം ഒരു റിസർച്ച് ഫീൽഡിൽ നമ്മൾ പഠിക്കുന്നവൻ എന്ന നിലയ്ക്ക് നമ്മൾ കാട്ടേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു മെത്തഡോളജി, അതായത് ഈ നോർമേറ്റീവ് ഡിസ്കോഴ്സ് എന്നുള്ള ഈ ഈ ഒറ്റ മെത്തഡോളജി വെച്ചിട്ട് നമ്മൾ ഇസ്ലാമിനെ മൊത്തം അളക്കുകയാണെങ്കിൽ അത് മെത്തഡോളജിക്കലി ഇൻകറക്റ്റ് ആവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇവിടെ വരുന്ന സബ്ബായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടേ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഇസ്ലാമി ഇവരെന്ത് പറയുന്നു, നോർമേറ്റീവ് ആയ ആൾക്കാർ എന്ത് പറയുന്നു, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പാടില്ല. വെസ്റ്റ് എന്ത് പറയുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ലോകത്തുള്ള എല്ലാവരും വെസ്റ്റ് പറയുന്നതാണ് കൾച്ചർ, വെസ്റ്റ് പറയുന്നതാണ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കണ്ട അതിന് ഒരുപാട് തെറ്റുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാഴ്ചപ്പാടാണ് മാറേണ്ടത്, മനസ്സിലായോ? അതാണ് മാറേണ്ടത് എന്നാണ് ഈ പുസ്തകത്തിലൂടെ ഇവര് മൊത്തം പറഞ്ഞു. ജെന്ന ബെന്നറ്റിന്റെ ഒരു ഇതുണ്ട്, വൈബ്രന്റ് മാറ്റർ എന്നാണ് അതിന് പറയാം. അതായത് ഈ ഭൂമി ലോകത്ത് കാണുന്ന ഒരു വസ്തു നിർജീവമല്ല, എല്ലാത്തിനും പൊളിറ്റിക്കലായിട്ടും സ്പിരിച്വലായിട്ടും മറ്റു ഒരുപാട് ആട്രിബ്യൂട്ടുകൾ ഉണ്ട് എന്നാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. അതാണ് നമ്മുടെ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഈ പുസ്തകം ഇൻട്രൊഡക്ഷനിലായിട്ട് നമ്മൾ മനസ്സിലാക്കി വേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ഒബ്ജക്റ്റുകൾ തിരിച്ചറിയേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മാത്രമാണ് ഭൂമി, ഈ ലോകം എന്നുള്ള ഒരു വലയില് നമ്മൾ മാത്രമേ ഉള്ളൂ, മനുഷ്യന്മാര് മാത്രമാണ് കണ്ണികൾ എന്നുള്ള കൺസെപ്റ്റ് മാറേണ്ടതുണ്ട്. അതില് ഒബ്ജക്റ്റീവ് കണ്ണികളാണ്, അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല എന്നാൽ ബാക്കിയുള്ളവരും നമ്മളെ ഭാഗമാണ്, നമ്മൾ കാണുന്ന പ്രകൃതിയിലെ കാണും, അതിന് ഓരോ റെപ്രസെന്റേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതാണ് ഈ സ്റ്റഡീസിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒബ്ജക്ട്സുകളെ കുറിച്ചാണ്. ഇസ്ലാമിലെ ഒബ്ജക്ട്സുകൾക്കുള്ള പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചു. അതെ, അങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ ചർച്ച ചെയ്തു. സത്യം പറഞ്ഞാല് നമ്മുടെ അന്നബിഗലയുടെ ഇസ്ലാം ത്രൂ ഒബ്ജക്ട്സ് എന്നുള്ള പുസ്തകത്തിന്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. നമ്മുടെ പ്രധാനമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. റിച്ചാർഡ് MC ഗ്രിഗറുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട് അന്നബിഗലയുടെ ഈ ഒരു വർക്കിലുള്ളത് തന്നെ, റിപ്പീറ്റേഷൻ ആൻഡ് റിലിക്സ് ട്രേസിംഗ് ദ ലൈഫ്സ് ഓഫ് മുഹമ്മദ് സാൻഡൽ എന്നുള്ള ഒരു വിഷയത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ടൈറ്റിൽ കണ്ട സമയത്ത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി അട്രാക്ട് ചെയ്ത ഒരു സാധനം കൂടിയാണ് ഈ ഒരു വർക്ക് എന്നുള്ളത്. പ്രധാനമായിട്ട് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന സാധനമാണ് ഈ പ്രവാചകന്റെ ചെരുപ്പ്, അതിന്റെ ആകൃതികള്, അതിന്റെ രൂപമൊരുക്കുക, അങ്ങനെ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് അതിന് ഈ ബർക്കത്തെടുക്കുന്ന, തബറുക്ക് എടുക്കുന്ന, നമ്മുടെ ഇസ്ലാമിന്റെ ഒരു ഇതിലൊക്കെ പറയുമ്പോൾ തബറുക്ക് എടുക്കുന്ന ഒരു സിസ്റ്റം. പിന്നെ റിഫോമിസ്റ്റുകളൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് അതിന്റെ ഒക്കെ ഒരു കുറവ് വന്നത്. പക്ഷെ ഇതിനൊക്കെ കുറച്ച് മുമ്പ് ഒരുപാട് നമ്മുടെ ലോക്കൽ ഏരിയകളിൽ വരെ അതിന്റെ ചുമർ ചിത്രങ്ങളായിട്ടും അതേപോലെ തന്നെ തൊപ്പികളിലും അങ്ങനെ തുടങ്ങിയിട്ട് പല ഏരിയകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നെഴലിൽ ഒരുപാട് വർക്കത്തുകളുണ്ട്. നമുക്ക് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ സാധനം നോക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ ഹദീസുകളില് നമുക്ക് കാണാൻ കഴിയും. ഇതിനപ്പുറം ഈ നെഴലിന് വേണ്ടിയിട്ട് തന്നെ ഒരു കിതാബ് രചിച്ചെന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ലൈനിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രവാചകന്റെ നെഴലുമായി ബന്ധപ്പെട്ട് അതിന്റെ റിലിക്സ് എന്താണ് ട്രേസിങ്, അങ്ങനെ തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മള് ആ ഒരു വിഷയത്തെ ഇതായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ ലേഖനം രചിക്കുന്നത് റിച്ചാർഡ് MC ഗ്രിഗറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരു കനേഡിയൻ പ്രൊഫസറാണ്. വാൻഡർബിൾട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫസർ കൂടിയാണ്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ സൂഫിസം, മെറ്റീരിയൽ ഇസ്ലാം, മെറ്റീരിയൽ കൾച്ചർ എന്നുള്ള ഏരിയ, ഈ ഒരു ഏരിയ ബേസ് ആക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് റിച്ചാർഡ് MC ഗ്രിഗർ. അപ്പോ നിങ്ങൾ പറഞ്ഞു ഹെഡിങ്ങില് വളരെയധികം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ റിപ്പീറ്റേഷൻ ആൻഡ് റിലിക്സ്, ഈ റിലിക്സ് എന്താ നോക്കാം. റിലിക്സിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുക്കുന്നത് ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റിലിക്സിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുക്കുന്ന നിർവചനം ഒരു ഹോളി പേഴ്സന്റെ ക്ലോത്തിങ്, അല്ലെങ്കിൽ അവരുടെ പാർട്ട് ഓഫ് ബോഡി, അല്ലെങ്കിൽ അവർ തൊട്ടതോ വെച്ചതോ ആയിട്ടുള്ള സംഭവം, അതാണ് റിലിക്സ്. അതിങ്ങനെ കാലങ്ങളായി സൂക്ഷിച്ചു വരുമ്പോഴാണ് അതിന്റെ റിലിക്സ് എന്നുള്ള പേര് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലൊക്കെ അതിന് പ്രധാനപ്പെട്ട എന്തൊരു പ്രാധാന്യം കൽപ്പിക്കുന്ന, ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉറപ്പായിട്ട്. അപ്പൊ ഈ റിലിക്സ് ഡിഫറെന്റ് ആയിട്ട് ടൈപ്പുകളുണ്ട്. കോണ്ടാക്ട്, തൊട്ട്, ഞാൻ ഈ നിർവചനം തൊട്ടിട്ടുള്ള ഒരു മഹാനായ വ്യക്തി തൊട്ടിട്ടുള്ള ഒരു റിലിക്സ്.
ഇപ്പോ നബി തൊട്ടത്, നബി പിടിച്ചത്, അങ്ങനത്തെ റിലിക്സുകൾ ഉണ്ടാവും. ചില ഇമ്മൂവബിൾ റിലിക്സുകൾ ഉണ്ടാവും. അതായത് ബദർ, ഉഹ്ദ്, നമുക്ക് മൂവ് ആയി കഴിയില്ല. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലിക്സുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇംപ്രിന്റ് ആയിട്ടുള്ള ബോഡിലി റിലിക്സുകൾ, അതേപോലെ തന്നെ കോണ്ടാക്ട് റിലിക്സുകൾ, അങ്ങനെ ഒബ്ജക്റ്റുകൾ. ഇപ്പം എന്തെങ്കിലും സംസാരിച്ച ഷജറ, എന്തെങ്കിലും ഉമിനീര് കലർന്ന വെള്ളം, അങ്ങനെ ഡിഫറെന്റ് ഒബ്ജക്റ്റ് ഒരുപാട്. അതെ, ആ കല്ലുകൾ, അതൊക്കെ എന്താണ് റിലിക്സിന്റെ ഇതിൽപ്പെടും. മനസ്സിലായല്ലോ. അപ്പൊ ഇസ്ലാമിൽ റിലിക്സിൽ എന്താ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം നിമിത്തങ്ങളുടെ ഹോളി പേഴ്സൺ ഉപയോഗിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് പാർട്ടായിട്ട് മാറുന്ന ഒരു ഒബ്ജക്റ്റ്, അതാണ് റിലിക്സ് ബേസിക്കലി. അപ്പം നമ്മള് ഇസ്ലാമിൽ ഇതിൽ എന്ത് പ്രാധാന്യം നോക്കുമ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയില് മൂസാ നബിയും തോലൂത്തിനെ രാജാവാക്കുന്ന സന്ദർഭത്തിൽ ഇസ്രായേലിനോട് പറയുന്ന ഒരു ആയത്തുണ്ട്. സൂറത്തുൽ ബഖറയിലാണ് വരുന്നത്. വഖാല ലഹും നബിയും അന്ന ആയത മുൽക്കി അയ്യത്യം താബൂത ഫീഹിം സക്കീനത്തു മിർ റബ്ബിക വബഖിയത്തു മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ തഹ്മിലുൽ മലായികത ഇന്ന ഫീ ദാലിക ലആയത്തുൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. അതായത് താലൂത്തിനെ രാജാവാക്കുന്നുള്ള തെളിവ് താബൂത്ത് എന്താവലാണ്, അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തലാണ്. പിന്നെ അതേപോലെ തന്നെ മൂസ നബി ഉപയോഗിച്ച, അതേപോലെ തന്നെ ആലു ഹാറൂൻ അവർ ഉപയോഗിച്ച സാധനങ്ങൾ അവരുടെ കൈകളിലെത്താൻ. ഇതിന് ഒരുപാട് തഫ്സീറുകൾ വരും. തഫ്സീറിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള തൊബരിയിൽ എടുത്തു നോക്കുകയാണെങ്കിലും ഇവിടെ പറയുന്നുണ്ട് ഈ താബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദൂഖാണ്. ആ സുന്ദൂഖില് ഇപ്പൊ നമ്മളെ പ്രവാചകന്മാരുടെ അവരുപയോഗിച്ച പ്രധാനപ്പെട്ട ഒബ്ജക്ട്സുകളാണ്. ആലു മൂസ എന്ന് പറയുന്നത് മൂസാ നബിന്റെ വടിയാണ്, മൂസാ നബിന്റെ തലപ്പാവാണ്. അതേപോലെ ഹാറൂൻ നബിന്റെ വടിയാണ് എന്നൊക്കെ ആലു ഹാറൂൻ എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ച ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അപ്പുറത്ത് നമ്മൾ തഫ്സീർ ജലാലയിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും. അതിന് സുന്ദൂഖിന് കൊടുക്കുന്നത് എന്താണ്, ആ സുന്ദൂഖ് കാന ഫീ സുവറുൽ അംബിയ അൻസലഹു അലൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേലെ ഇറക്കപ്പെട്ടിട്ടുള്ള ഒരു ബോക്സ് ആണ്. ആ ബോക്സിൽ എന്താണ്, അമ്പിയാക്കളുടെ ഫോട്ടോസ് ആണ്. പിന്നെ ഈ ജലാലൈനിൽ അങ്ങനെ പറയുന്നത് നമ്മളെ ഒത്തിരി ആധികാരികമായിട്ട് തന്നെ. അപ്പം ഓരോ പ്രൊഫറ്റുകൾ അത് ഇൻഹെറിറ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അങ്ങനെ അങ്ങനെ അതേപോലെ തന്നെ മുസാഹിബിന്റെ ഇത് അതൊക്കെ മറ്റു തഫ്സീറിൽ വിശദീകരിച്ച പോലെ വടി, തലപ്പാവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആലു മൂസ ആലു ഹാറൂൻ. അപ്പൊ ഇതിനൊക്കെ അർത്ഥം ഇതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇസ്ലാമില് റിലിക്സിൽ പ്രാധാന്യം. അപ്പൊ നമ്മളെ വിഷയം നമ്മൾ പറയാൻ പോകുന്നത് ഈ റിലിക്സുകളിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സാൻഡലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തെ കുറിച്ചിട്ടാണ് എന്ത് വരുന്നത്, ഈ ആർട്ടിക്കിൾ വരുന്നത്. റിലിക്സ് എന്നുള്ളത് ബാക്കി നമുക്ക് നോക്കത്തില്ല. ലൈഫ്സ് ഓഫ് മുഹമ്മദ് സാദിന്റെ നാലു ഷെരീഫിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അപ്പോ നബി തങ്ങളുടെ ചെരുപ്പിനെ കുറിച്ചിട്ടുള്ള ഈ ആർട്ടിക്കിൾ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇബ്നു അസാക്കിറിന്റെ ഒരു കഥ പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അദ്ദേഹത്തിന് എന്താക്കാണ് ഒരു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിന്റെ അതേ ആകൃതിയിൽ വരച്ചിട്ടുള്ള ഒരു ഫോട്ടോ, ഒരു ഈ ഡ്രോയിങ് അദ്ദേഹത്തിന് കൈമാറുക. അദ്ദേഹം അതിന് വ്യത്യസ്ത കോപ്പികൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അയച്ചു. അതിലൊരു ശിഷ്യന് ഒരു കോപ്പി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അന്നവിടെ തന്റെ ഭാര്യ എന്തോ അസുഖമില്ലായിരുന്നു, എന്തോ വേദന എന്തോ ആയിരുന്നു. അപ്പൊ ആ വേദന ഉള്ളിടത്ത് സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ കോപ്പി ഷെയ്ഖ് കൊടുത്ത കോപ്പി, ആ കോപ്പിയിൽ നിന്ന് വേറെ കോപ്പി ഉണ്ടാക്കിയിട്ട് ശിഷ്യന് കൊടുക്കുന്നു. ശിഷ്യൻ അത് കൊണ്ടുപോയിട്ട് തന്റെ ഭാര്യക്ക് പെയിനുള്ള ഭാഗത്ത് വെച്ചിട്ട് എന്നിട്ട് ദുആ ചെയ്യാൻ. അതെ, എന്നിട്ട് ദുആ ചെയ്യാണ്. ഇതിന്റെ ഓണർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തുകൊണ്ട് ഇത് മാറ്റി തരാൻ മാറി എന്നാണ് പറയുന്നത്. ഈ ആയത്ത് വെച്ചിട്ടാണ് എന്താകുന്നത്, ഇദ്ദേഹം ഈ ഒരു വർക്ക് എന്താകുന്നത് തുടരുന്നത്. അപ്പോ നമ്മൾ എന്തുകൊണ്ട് ഒരു കോപ്പിക്ക് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കണേ. ആദ്യം നമ്മൾ ഈ നബി തങ്ങളുടെ ചെരുപ്പിനുള്ള പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ ട്രഡീഷണലി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കവിതകള് നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായിട്ടും നമ്മുടെ ഒരു സൂഫി ഉണ്ടല്ലോ, യൂസുഫ് നബ്ഹാനി, അതിനൊക്കെ ഒരു കവിതയില് കടന്നു വരുന്ന ഒന്നാണ് നഹ്ല് എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടുണ്ട്.
ഞാൻ മനസ്സിലാക്കുന്നത് നഹലിന്റെ വിഷയത്തിൽ തന്നെ ഞാൻ ആമുഖത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകം പോലെ ഇറങ്ങി എന്ന് പറയുമ്പോൾ എത്രമാത്രം ഈ പ്രവാചകന്റെ ശമായിലുകളിൽ നഹലിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. അതാണ് ഇപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബ്ബാസി കാലഘട്ടത്തും അമവി കാലഘട്ടത്തും ഒരുപാട് കിതാബുകള് ഈ ഒരു നബിത്തങ്ങളുടെ ഷമായിലുകൾ വെച്ചിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രാധാന്യമാണ് തുർമുദി ഇമാമിന്റെ ഷമായിലുൽ മുഹമ്മദി എന്ന് പറഞ്ഞ ഷമായിൽ. അതില് ചാപ്റ്റർ 10-11 ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. ഈ നാല് മാത്രം ഡെഡിക്കേറ്റഡ്. അതായത് ഈ നാല് എങ്ങനെയായിരുന്നു, അതെന്ത് സാധനം കൊണ്ട് ഉണ്ടാക്കിയത്, അതിന് എത്ര സ്ട്രാപ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ആ ഒരു 10-11 ചാപ്റ്ററിൽ മാത്രം രചിക്കപ്പെടുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു നൂറാണ്. അതെ, സൂറത്ത് ഇസ്രായും മീറാജിന്റെ രാത്രി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അള്ളാഹിനെ കാണാൻ പോകുന്നുണ്ട്, അള്ളാഹിനെ കാണുന്നുണ്ട്. ലോകത്ത് വേറൊരു ആൾക്കും കിട്ടാത്തൊരു അനുഗ്രഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കിട്ടുന്നത്, അള്ളാഹിനെ കാണാനുള്ളത്. മൂസാ നബിക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറയുന്നത്. പക്ഷെ ബഹറ മൂസ സ്വായിക്ക, അള്ളാഹിനെ കണ്ടപ്പോ, അള്ളാഹിനെ 100 കണ്ടപ്പോ മൂസാ നബി ബോധം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി അള്ളാഹുവിനെ ശരിക്കും കണ്ടു. അപ്പൊ അത്രയും പ്രത്യേകത ഉള്ള ഒരു വ്യക്തിത്വമാണ് നബി. ഈ മൂസാ നബി ഇങ്ങോട്ട് കയറി വരുമ്പോ അള്ളാഹു തആല പറയുന്നുണ്ട് ഇഖ്ലൻ അലൈക യാ മൂസ ഇന്നക ഫീ വാദിൽ മുഖദ്ദസ് തുവാ എന്ന് പറയുന്നുണ്ട്. ഇന്ന് ചെരുപ്പ് ഊരാൻ പറഞ്ഞു. പക്ഷെ മുസ്തഫായ തങ്ങളോട് എന്തില്ല, ഈ ചെരുപ്പ് ഊരാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന് മനസ്സിലാക്കുക ആ ചെരുപ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടച്ച് ചെയ്തിട്ടുള്ള ആ വസ്തുവിനുള്ള പ്രാധാന്യം. തീർച്ചയായിട്ടും. കാരണം മൂസാ നബിയോട് വസ്സലാം ഈ മലയിലേക്ക് വരാൻ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഊരാൻ പറയുന്നുണ്ട്, ചെരുപ്പ് ഊരാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഏഴാനാകാശം കഴിഞ്ഞ് അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തുന്ന പ്രവാചകനോട് അവിടുന്ന് പറയുന്നത് ചെരുപ്പ് ഊരാൻ പറയുന്നതായിട്ടോ അങ്ങനൊന്നും നമുക്ക് ചരിത്രങ്ങളിലോ അല്ലെങ്കിൽ ഹദീസുകളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അത്രയും പ്രത്യേകത ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിനെ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചെരുപ്പ് എന്നുള്ള സംഭവം അബ്ബാസി കാലഘട്ടത്തിൽ മഹദീന്റെ ഒരു ചരിത്രത്തിൽ പറയപ്പെടുന്നത് കാണാം. അദ്ദേഹത്തിന് ഈ ചെരുപ്പ് ഒരു വ്യക്തി കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം അതിന് വളരെ അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ട് അതിനെടുക്കുന്നു, അതിന് കിസ് ചെയ്യുന്നു, കണ്ണിൽ തിരുമ്പുന്നു, അദ്ദേഹത്തിന് വേണ്ട പൈസ കൊടുക്കുന്നു. ഇത്ര നല്ലൊരു ഗിഫ്റ്റ് തന്നെ, എത്ര ദീനാറുണ്ട് കുറച്ച് ഞാൻ ഓർക്കണില്ല. അപ്പൊ അത്രയും പ്രാധാന്യം മഹദി നൽകിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ചെരുപ്പ് കൊണ്ടുപോകും, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അതാണ് ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ചെരുപ്പിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം ഈ ചെരുപ്പ് ഇനറിറ്റ് ആയിട്ട് ദമസ്കസിൽ എത്തിച്ചേരുന്നുണ്ട്. അയ്യൂബി ഭരണാധികാരിയായിട്ടുള്ള മലിക് അഷ്റഫിന്റെ കീഴില് ഇത് ഖസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത് വളരെ വൃത്തിയിൽ വളരെ ബഹുമാനത്തോടു കൂടി സൂക്ഷിക്കുന്നുണ്ട്. അപ്പോ അവിടെയൊക്കെ നമുക്ക് കാണാം ഖസാനയിൽ വെച്ചിട്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങൾ അത് വിസിറ്റ് ചെയ്ത് ആൾക്കാർക്ക് ബറക്കത്തെടുക്കാനുള്ള ഓപ്ഷനും അദ്ദേഹം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവിടെ വളരെ വൃത്തിയിൽ ഗോൾഡ് കൊണ്ട് കവർ ചെയ്ത് അതിന്റെ ഉള്ളിന്റെ സിൽവർ കൊണ്ട് വേറെ കോട്ടിങ് ചെയ്ത് അതിന്റെ ഉള്ളിൽ സ്റ്റാൻഡമിലാണ് ചെരുപ്പ്. അത്രയും ബഹുമാനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സാധനത്തെ അവർ കണ്ടിരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ 1400-കളിലായിട്ട് തിമൂറിന്റെ അറ്റാക്ക് ഡമസ്കസിലേക്ക് വരുന്നതിന് മുമ്പ് 1401 ആ കാലഘട്ടത്തിൽ തിമൂറിന്റെ അറ്റാക്ക് ഡമസ്കസിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് മംലൂക്കളുടെ ഒരു ഗവർണർക്കെതിരെ അന്നത്തെ ആൾക്കാര് ഈ സമരം ചെയ്യാനും വേണ്ടിയിട്ട് ഉസ്മാനുള്ളാന്റെ ഖുർആനും ഈ ഒരു ഇതും ആയുധാക്കിയിട്ട് അത് ഉയർത്തിപ്പിടിച്ചിട്ട് ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഗവർണറെ തന്നെ ആർമി വെച്ചിട്ട് ഈ പ്രൊട്ടസ്റ്റന്റ്സിനെ അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ അടിച്ചമർത്തിയത് ഇത് കൈറോയിലുള്ള മംലൂക്ക് ഖലീഫ അറിഞ്ഞപ്പോ എന്തായി, ആ ഗവർണറെ വിളിച്ചു വരുത്തി പബ്ലിക്കിലിട്ട് ശിക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ രാജാവ് ആ ഒരു റിലിക്സിന്, ആ ഒരു സാൻഡൽ, ആ നഅലിന് നൽകിയ ഒരു പ്രാധാന്യമാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അൽ അഷ്റഫിയയില് ഒരുപാട് കാലം ദാറുൽ അഷ്റഫിയ ഒരു ഹദീസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഒരുപാട് കാലം ഈ റിലിക്സ് അപ്രകാരം സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ അയ്യൂബി രാജാവെങ്കിൽ മലിക് അഷ്റഫിന്റെ കീഴിൽ. അപ്പോ അന്നത്തെ കാലത്ത് തിങ്കൾ വ്യാഴം എന്നുള്ളത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും അവർക്ക് അതിൽ നിന്ന് ബർക്കത്ത് എടുക്കാനുള്ള ഓപ്ഷൻ.
പക്ഷെ ചില ദിവസങ്ങളിൽ എന്താക്കുന്നുണ്ട്, ഇത് പ്രത്യേകമായിട്ട് സൂഫികളിലേക്ക് ഈ സാധനം കൊടുത്തയക്കുകയും അവൾക്ക് ബർക്കത്ത് എടുക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്താണ് സൂഫികൾ ഇതേപോലെ ഇത് വെച്ചിട്ട് വര നടക്കുന്നത്. അവിടുന്നാണ് ഈ കാലഘട്ടത്തിലാണ് 1285 കാലഘട്ടത്തിലാണ് ഇത് 1285 കാലഘട്ടത്തിലാണ് ഈ വരകൾ കാണപ്പെടുന്നത് എന്നാണ് ഇതില് ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുള്ള മഖദി, അന്തലൂസിയൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള അൽ മഖദി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെ ഉണ്ട്, ഫത്ഹുൽ മുഹ്താൽ ഫീ മദ്ഹിൻ നിയാസ്. അതിൽ ഒരുപാട് ട്രേസിങ്സ് കാണാൻ കഴിയും. 7ഓളം ട്രേസിങ്സ് അദ്ദേഹം അതിൽ കാണിക്കുന്നുണ്ട്. ഈ ചെരുപ്പിന്റെ ട്രേസിങ്സ് 7ഓളം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോ ഇവിടൊക്കെ നമ്മള് ഈ ട്രേസിങ്സിന് വിശ്വാസം അർപ്പിക്കേണ്ടത് പറഞ്ഞാല് നമ്മുടെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പറയുന്ന സാധനം, ഹദീസ് ആവട്ടെ മറ്റു സാധനങ്ങളെ ഒരു സനദി എന്നുള്ള സംഭവത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു ടീമാണ് മുസ്ലിംസ്. ആധികാരികതയ്ക്ക്, ഒതന്റിസിറ്റിക്ക് അപ്രകാരത്തെ സനദി ഉള്ളതാണ് ഈ ട്രേസിങ്സ് മൊത്തം. വരക്കാണ് ആള്, അത് കോപ്പി ചെയ്യുന്ന ആള്, അങ്ങനെ കൃത്യമായിട്ടുള്ള സനദ് ഉണ്ടാവും. പിന്നെ നാലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആയിഷ ബീവിന്റെ അടുത്ത് നിന്നാണ് എന്ത് വരുന്നത്, നാലി എന്നുള്ള സംഭവം വരുന്നത്. അത് തന്റെ സഹോദരി ഉമ്മു കുൽസൂമിന് നൽകുന്നു. അബ്ദുല്ലാഹി തൊൽഹത്ത് ബിൻ ഉബൈദിന്റെ കയ്യിലേക്ക് വരുന്നു. അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള സനദ് ഉണ്ട് എന്നുള്ളതാണ് യാതൊരു. നമ്മൾ ഇതിന് വെറുതെ പറഞ്ഞ് തള്ളേണ്ട ആവശ്യമില്ല. ഒരു സനദോട് കൂടിയിട്ട് വരുന്ന ഒരു സംഭവമാണ് ട്രേസിങ്സ് എന്നുള്ള സംഭവം. പിന്നെ ഈ ട്രേസിങ്സ് സൂക്ഷിക്കുന്ന ഒരു വീട്ടില്, ട്രേസിങ്സ് പറഞ്ഞാൽ ഈ ഡ്രോയിങ്സ് ചിത്രം വരച്ചത് അതിന്റെ കോപ്പി സൂക്ഷിക്കുന്ന ഒരു വീട്ടില് കള്ളം കടക്കൂല. അതേപോലെ ഈ ഓണർക്ക് മക്കത്തേക്കും മദീനത്തിലേക്ക് പോവാൻ ഇവര് സ്വപ്നം കാണാം. പിന്നെ യുദ്ധത്തിൽ നിന്ന് രക്ഷ ഉണ്ടാവാന്, കള്ളന്മാരിൽ നിന്ന് രക്ഷ ഉണ്ടാവാന്, വീട്ടുകാവലിന്, യാത്ര സഫലാവാന്, കപ്പലിലുള്ള യാത്രക്ക്, ഒരുപാട് കാര്യങ്ങൾ ഈ ട്രേസിങ്സ് വെച്ചിട്ട് ബർക്കത്തെടുത്തതായി ചരിത്രത്തില് പലയിടത്തും നമുക്ക് കാണാം. അപ്പോ ഞാൻ പറഞ്ഞു ഈ മഖദി ഇമാമിന്റെ ഇതിലുള്ള 7 ട്രേസിങ്സും ഇന്ന് ലോകത്ത് കൈറോയില് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ സൗദിയിലെ പ്രൊഫസറിന്റെ കയ്യിലും ഇന്നും അതിന് മാനുസ്ക്രിപ്റ്റുകൾ ലഭ്യമാണ്. അപ്പോ ഈ സംഭവങ്ങളും 7 ട്രേസിങ്സ് ആണ് വേണം. ഈ 7 ട്രേസിങ് 7 കോലത്ത് രൂപം ഒന്നേകാരം, എന്നാൽ പൂക്കളും ആഭരണങ്ങളും മറ്റ് ഗോൾഡും ഒക്കെ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തതായിട്ട് നമുക്ക് ശ്രദ്ധയിൽ പെടാൻ കഴിയും. അപ്പോ ഈ ഡെക്കറേഷന്റെ പിന്നില് എന്താന്നുള്ള മഖദിയനെ എന്താക്കുന്നുണ്ട്, ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെയാണ് അശ്ശരി ഇമാമിന്റെ കൗല് വെച്ചിട്ടാണ് ആദ്യം ഇതിനെ ന്യായീകരിക്കുന്നത്. ഇപ്പോ അശ്ശരി ഇമാമിന്റെ വിശ്വാസം, അശ്ശരി ഇമാമിന് പറയാൻ ലോകം തുടർച്ചയായിട്ട് നിലനിൽക്കുന്നില്ല. ലോകം അല്ലാഹു തആല ഓരോ നിമിഷവും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അദ്ദേഹം അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഈ നിമിഷം അടുത്ത നിമിഷം ഒരേപോലെയാണ് എന്നുള്ള കണ്ടിന്യൂറ്റി ജസ്റ്റ് ഒരു ഇല്യൂഷൻ മാത്രമാണ്. അതാണ് ഇബ്നു അറബി കുല്ലയൗമിൻ വഫീ ഷൈഇൻ എന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്, ഈ ഉള്ള ഓരോ നിമിഷവും അല്ലാഹു തആല പുതിയ പുതിയ ക്രിയേഷൻ ഓരോ നിമിഷവും. അതാണ് ഇബ്നു അറബി മുന്നോട്ട് വെക്കുന്നത്. അതിനർത്ഥം റിപ്പീറ്റേഷൻ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവാം, മാറാം. പക്ഷെ എന്താവില്ല, ഈ കോപ്പി ഒരു സാധനം കോപ്പി ചെയ്ത് അടുത്ത കോപ്പിയിലേക്ക് പോകുമ്പോൾ ബറക്കത്ത് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയൊക്കെ ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് ഈ ചെരുപ്പായാലും ചെരുപ്പിന്റെ ട്രൈസിങ്സ് ആയാലും വന്നിട്ടുള്ളത്. അലാ റസി ഹാദൽ കൗലിൻ അല മുഹമ്മദി അലത്ത് കുല്ല് ജമീഅൽ ഒരു യൂസുഫ് നബാനി ഒരു കവിത തന്നെ രചിക്കുന്നുണ്ട്. അങ്ങനെ ഈ ട്രേസിങ്സിന് ഖിദ്മത്ത് ചെയ്യാനായിട്ട് ഒരു സമർപ്പിതമായിട്ടുള്ള ഒരു പാസ്റ്റ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നു. നമ്മുടെ മിഡിയൽ ടൈംസിലാവട്ടെ ആൻഷ്യന്റിലാവട്ടെ ഈ ഒരു സംഭവത്തിന് വളരെ അധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ യൂസുഫ് നബാനിന്റെ ഈ കവിത രചിക്കാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് കുറച്ച് വ്യക്തികൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വരക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, ഇന്നി ഖദംതു മിസാലൻ അലിൽ മുസ്തഫ ലി ഐഷ ഫിദ്ദാറൈനി തഹ്ത മിദാരിഹ. ശരിക്കും ഒരു ചോദ്യം തന്നെയാണ്, ഒരു വരക്ക് ഇപ്പൊ എന്ത് പ്രാധാന്യം ഉള്ളത്? പ്രവാചകനെ കഴിഞ്ഞു പോയി, അപ്പൊ ഈ പ്രവാചകന്റെ ലെവലിൽ ഇങ്ങനെ വരച്ചത് കൊണ്ട് എന്ത് തബറുക്കാണ് ഇത് കിട്ടുന്നത്? ഒരു വെള്ള പേപ്പറിൽ അങ്ങനെ വര നടത്തിയത് കൊണ്ട് എന്ത് തബറുക്കാണെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്നിട്ട് മൂപ്പര് അവസാനം പറഞ്ഞിട്ടുണ്ട്, സഈദ് ഇബ്നു മസ്ഊദിൻ ബിൻ അലിഹി, ഇബ്നു മസ്ഊദ് തങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പും മറ്റു കാര്യങ്ങളും സൂക്ഷിച്ചു. അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ ജയിച്ചു. ഇനി അനസ് സഈദു ബിമിസാലി ബിഖിദ്മതി മിസാലിഹി,
അപ്പം അതിന്റെ രൂപം സൂക്ഷിച്ച് അതിനെ ഹിദ്മത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്താക്കാണ് അതിൽ നിന്ന് ബർക്കത്ത് എടുക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അതിന് ഹിദ്മത്ത് ചെയ്യാണെന്നാണ് മൂപ്പര് ഈ ഒരു ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യം ഈ കാലഘട്ടത്തെല്ലാം ഇതിന് നൽകിയിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമായിട്ടും ദലായിലുൽ ഖൈറാത്ത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സാക്രഡ് കിതാബും കൂടിയാണ് ദലായിലുൽ ഖൈറാത്ത് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ചുമകളിലൊക്കെ നമ്മൾ റിസൈറ്റ് ചെയ്യുന്ന ഒരു ദിക്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിതാബാണ്. പൊതുവെ പഴമക്കാരൊക്കെ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആഫ്രിക്ക മുതൽ ചൈന വരെ ഖുറാൻ കഴിഞ്ഞാൽ പിന്നെ റിസൈറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ദിക്റാണ്. ഈ ദിക്റിന്റെ ഒരു സമാഹാരമാണ്. അപ്പോ ദലായിലുൽ ഖൈറാത്തിന്റെ ഒരു അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ഇബാബി തന്നെ സ്കോളർ പഠിക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് വർക്കുകൾ കാണാൻ കഴിയും. അതിൽ പെട്ടതാണ് മെന്റൽ സിയാറെ പോലുള്ള കുറെ കാര്യങ്ങള്. അതില് എന്നെ കൂടുതൽ എന്റെ ഒരു തിസിസിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയ ഒരു വിഷയം കൂടിയായിരുന്നു മെന്റൽ സിയാറ എന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഇത് ഇങ്ങനെ കോട്ട് ചെയ്തത് പ്രധാനമായിട്ടും ഈ നമ്മുടെ ഈ ദലായിലുൽ ഖൈറാത്തിൽ ആർട്ടുകൾ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഈ ബാബിദ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെന്റൽ സിയാറൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ആ ഒരു തിയറിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോ ഈ ആർട്ടുകളിൽ തന്നെ ഈ മക്കിയും അതിനോടൊപ്പം തന്നെ നൈലിന്റെ ഒരു ട്രേസിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ചൊന്ന് അപ്പോ ഞാൻ പറഞ്ഞ ഇത്രയും സിഗ്നിഫിക്കൻസ് നൽകപ്പെട്ട ഒരു സംഭവമാണ്, ഇത്തിരി പ്രാധാന്യം നൽകപ്പെട്ട ഒരു സംഭവമാണ് നാലു ഷെരീഫ് എന്നുള്ളത്. അപ്പോ ഇതിന്റെ സർക്കുലേഷൻ ഈ ട്രേസിങ്സിനെ ലോകം മൊത്തം എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച കിതാബാണ് ദലായിലുൽ ഖൈറാത്തും അതേപോലെ തന്നെ മഖരിയിലെ ഫതുൽ മുഅ്തർ ഫി മദ്ഹി നിആൽ എന്നുള്ള ഈ രണ്ട് കിതാബ്. ദലായിലുൽ ഖൈറാത്തും അത് പ്രകാരം ഇപ്പോ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ജേണൽ ഓഫ് മെറ്റീരിയൽ കൾച്ചർ ഇൻ മുസ്ലിംസ് ആൻഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2020 രചിക്കപ്പെട്ട ഒരു ജേണലുണ്ട്. ആ ജേണലിൽ നിന്ന് ഇബാബിദിന്റെ ഒരു വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ ഇമേജസ് ആൻഡ് മെന്റൽ സിയാറ ഡെബിസിറ്റേറ്റ് ഇൻ ദ പ്രൊഫറ്റ് ഗ്രേവ് ഇൻ ദ നോർത്തേൺ ആഫ്രിക്കൻ ഡിവോഷണൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു വർക്കും കൂടിയാണ് ഇബാബിദിന്റെ മെന്റൽ സിയാറ. അതെ. അപ്പം അതില് പറയുന്ന പ്രകാരം അവർ പറയുന്നത് ഈ ദലായിലുൽ ഖൈറാത്ത് എന്നുള്ള ഇമാം ജസൂലി ഇമാം മൊറോക്കോന്ന് രചിക്കുന്നതിന് ഒരു കാരണം മെന്റൽ സിയാറയാണ്. അതില് പറയുന്ന പ്രകാരം അവര് പറയുന്നത്. അപ്പൊ മൊറോക്കോ എന്നുള്ളത് മക്കത്തുനിന്ന് മദീനത്ത് വളരെയധികം മൈലുകൾക്ക് അപ്പുറം കിടക്കുന്ന സ്ഥലമാണെന്ന് അവർ പറയും. അപ്പം ആയതിനാൽ തന്നെ അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു മെന്റൽ സിയാറ നടത്താനുള്ള വസ്തുവായിട്ടാണ് ഇത് കൊണ്ടെടുക്കുന്നത് ഒരു കൗലുണ്ട്. ഇത് അതിനെങ്ങനെ രചിക്കപ്പെട്ടത് എന്ന്. അപ്പൊ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സാക്രഡ് പ്ലേസ് ആയിട്ടാണ് ഈ ട്രേസിങ്സിനെ അവർ കണ്ടിരുന്നത്. അങ്ങനെ ബേസിക്കലി ഇമാം ജസൂലി ഇമാം ഇത് രചിക്കുമ്പോൾ അതിനിങ്ങനെ ട്രേസിങ്സേ ഇല്ല, പക്ക ഈ സംഭവം മാത്രമാണ്. കാരണം ഈ മാത്രം ഒരു ഐക്കണോഫോബിയ വളർത്തി വരുത്തുന്ന ഒരു ഇതായിരുന്നു നോർത്ത് ആഫ്രിക്കയിൽ അന്നുണ്ടായിരുന്നത്. പിന്നീടാണ് അതിലേക്ക് ചിത്രം വരയ്ക്കുക അങ്ങനെ ഒരു ഫോബിയ ഒന്ന് വളർന്നു വരുന്ന ഒരു സർക്കംസ്റ്റൻസ് അന്ന് നോർത്ത് ആഫ്രിക്കയിൽ. പിന്നീട് വരുന്ന ആൾക്കാരാണ് ഇത് ലോകത്തിന് വ്യത്യസ്ത ഭാഗത്തിലേക്ക് എത്തും ചോറുമാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് ചിത്രങ്ങൾ വരുന്നത്. കാര്യമായിട്ട് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള, അതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെയാണ് ഈ സാൻഡലിന്റെ ഈ ഒരു സംഭവം ഇതിലേക്ക് കയറി വരുന്നത്. അപ്പം ഇതിലേക്ക് ഈ സാൻഡലിന്റെ ഭാഗം കയറി വന്നു ആ ട്രൈസിങ്സ് ഇതിലേക്ക് വന്നു. അങ്ങനെ ദലായിലുൽ ഖൈറാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ള ഈ ഒരു സംഭവം നമ്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിൽ ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു റിയാലിറ്റി നമുക്ക് കാണുക ഇന്ന് കാണുന്ന മാനസിക ദൂരതയിൽ നിന്ന് ഹബീബിനെ എങ്ങനെ ഒരു രീതിയാണ്. അപ്പോ ഈ ദലായിലുൽ ഖൈറാത്തില് കൊടുത്തിട്ടുള്ള ട്രേസിങ്സിന് പോലും അത്രയും പ്രാധാന്യം നൽകി. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ഈ ഒരു ചർച്ചന്റെ ആദ്യം ഒബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ റെലിക്ക് പറഞ്ഞു. അപ്പൊ സാൻഡല് റെലിക്കായിരുന്നു, പിന്നെ നാല്, അതിന് പിന്നെ ട്രേസിംഗ് ആയി. ഇതിപ്പോ ദലായിലുൽ ഖൈറാത്തിലേക്ക് വന്നതോട് ഇമേജ് റെലിക്കായി മാറി. അങ്ങനെ ഇമേജ് റെലിക്റ്റ് ആയിട്ടാണ് ഇബാബിദ് തന്റെ ഈ ഒരു വർക്കിലൂടെ ഈ ഒരു ട്രേസിങ്സിനെ അല്ലെ ഈ ഒരു ഇമേജിനെ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് പിന്നെ വന്നിട്ട് ഉള്ള ഇപ്പം ആ ദലായിലുൽ ഖൈറാത്തിന്റെ മാനുസ്ക്രിപ്റ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ട്രേസിങ്സിലുള്ള പേജ് ഇങ്ങനെ കീറിയതായിരുന്നു. കാരണം അതിന് നുറുക്കായിട്ടും ആംബ്ലെറ്റ് ആയിട്ടും ഇതിന് ഉപയോഗിച്ചിരുന്നുള്ളത് ഹീലിംഗിനായിട്ടും ഉപയോഗിച്ചു. ഈ പേജ് അത്യം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ദലായിലുൽ ഖൈറാത്തിന്റെ സ്വാധീനം ഇന്ത്യയിൽ അടക്കം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അടക്കം വ്യത്യസ്തങ്ങളായിട്ടുള്ള കിതാബുകൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് രചിക്കപ്പെട്ടിട്ടുണ്ട്. ദലായിലുൽ ഖൈറാത്തിൽ
കാര്യമായിട്ടുള്ള നബിന്റെ മസാറ്, നബിന്റെ ഞാര്. ഇപ്പോ ഇന്ത്യയിലെ ബറേലി മൂവ്മെന്റിന്റെ നേതാവ് അഹമ്മദ് റള്ളാഖാന്റെ ഒരു ഫത്താവ റള്ളാവിയ എന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആ കിതാബില് വോളിയം 21 പേജ് 425 ഷഫാവാല ഫി സുവൈരിൽ ഹബീബ് മസാരി വ നിആലി. അതായത് ഈ നിആലിനോടും ഈ മസാറിനോടും നമ്മൾ എങ്ങനെ പെരുമാറണം, അതിന്റെ അദബും അഖ്ലാഖും കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ മൂപ്പര് അവിടെ പറയുന്നത് ഇത് താബീങ്ങളെന്നേ വരുന്ന ഒരു ഇസ്നാദുള്ള സംഭവമാണ്. ഇത് ഇങ്ങനെയുള്ള ഈ ഒരു ട്രേസിങ്സിനെ ബഹുമാനിക്കുക, ഈ ഒരു ഇമേജിനെ ബഹുമാനിക്കുക. സോ അത് നമ്മൾ വളരെയധികം കീപ്പ് ചെയ്യണം. അപ്പൊ ഈ വിദായത്ത് ശരിക്കും എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കുമ്പോൾ മുമ്പ് അങ്ങനെ പറയുന്നത് വളരെയധികം തെറ്റാണ്. അങ്ങനെ എന്താണ് വൈബ് വെച്ചവർ മാത്രമേ പറയുള്ളൂ എന്നവരാണ് ട്രഡീഷണലി ഇദ്ദേഹത്തിന് തള്ളപ്പെടുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ മുഹദ്ദിസ് ആയിരുന്ന ദഹ്ലവി ഇമാം അടക്കം തന്നെ ഒരു കിതാബിൽ ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ട്രേസിങ്സ്, ഇമേജുകളെ കുറിച്ച് അത്യം പ്രാധാന്യം ഇതിലുണ്ടായിരുന്നുള്ളത് സംഭവമാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്നും ഇപ്പൊ ഞാൻ ട്രഡീഷണൽ ആയിട്ട് ഒരു 1-2 ആൾക്കാരോട് വെറുതെ ഈ സംഭവം ചോദിച്ചു നോക്കിയപ്പോ അവര് പറഞ്ഞു, അവരുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് പല ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടും അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞത് കേട്ടിട്ടും ഈ ഒരു സംഭവം വെച്ച് സ്വപ്നം കണ്ട ഇതൊക്കെ അറിവുകളൊക്കെ വളരെ അതൊക്കെ ശരിയായിട്ട് കൊണ്ടെടുക്കുന്ന ഒരുപാട് ഇൽമകളാണെന്ന് പറഞ്ഞാണ്ട് അവര് ഇങ്ങനൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. സൂഫി സർക്കിളുകൾ നോക്കുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് മീനിങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഒബ്ജക്ട്സുകൾക്ക് ഒരു പ്രാധാന്യം നമുക്ക് കാണാം. ശരിക്കും അത് വേറെ തന്നെ ഒരു ചർച്ചയായിട്ട് വരേണ്ട ഒന്നാണ്. നമ്മൾ മുമ്പ് ക്യാപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്ത പോലെ ഹലുവകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നിടത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഒബ്ജക്ട്സുകളുടെയും ഇതൊക്കെ കടന്നു വരാൻ. അതെ. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പഴയ കാലഘട്ടത്തിൽ നമ്മുടെ പാസ്റ്റ് എങ്ങനെ ഈ സാധനത്തെ ബഹുമാനിച്ചു എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 13ാം സെഞ്ചുറിയിൽ 17ാം സെഞ്ചുറിയിൽ രചിക്കുമ്പോൾ അതിനുശേഷം വന്ന സംഭവം നമ്മളെങ്ങനെ ബഹുമാനിച്ചു എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു ഒരുപാട് പുതിയതായിട്ട് റിഫോമേഴ്സിന്റെ സ്വാധീനം കൊണ്ട് നമ്മൾ അതിനെ നിരാകരിക്കുക. അങ്ങനെ ഞാനിതിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് എനിക്ക് അന്നാബിഗ്രോന്റെ ഒരു ഈ മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നിന്ന് എന്ത് കിട്ടുന്നത്, ദ ബ്ലൂസ്ബെറി ഹാൻഡ് ബുക്ക് ഓഫ് മുസ്ലിം ആൻഡ് പോപ്പുലർ കൾച്ചർ എന്നുള്ള അതിൽ നിന്ന് എനിക്കൊരു ലേഖനം കിട്ടുന്നുണ്ട്. 2023 പബ്ലിഷ് ചെയ്യുന്നത് ദ പ്രൊഫറ്റ്. അതിൽ നിന്നൊരു ലേഖനം കിട്ടുന്നുണ്ട്. ആ ലേഖനത്തില് മുസ്ലിങ്ങളെ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ തുർക്കിയിലെ വളരെയധികം ഒരു പ്രഭാഷകനായിട്ടുള്ള ഒരു പേര് ചുബലി അഹമ്മദ് ഹോജ. ചുബലി അഹമ്മദ് ഹോജ കുറിച്ചിട്ടുള്ള ഒരു ലേഖനാണത്. അതായത് ഈ നായിൽ വെച്ചിട്ടുള്ള ഇദ്ദേഹം നടത്തിയ കുറച്ച് പരിപാടിയെ കുറിച്ചുള്ള ലേഖനം. ക്രിസ്ത്യൻ ഗ്രൂപ്പറാണ് ഇത്, ഈ ഒരു ഗ്രൂപ്പറാണ് ഈ ഒരു സംഭവം രചിക്കുന്നത്. അതിന്റെ ഹെഡിങ് എന്തോ ഒരു കറക്റ്റ് ഞാൻ ഓർത്ത് വെക്കണില്ല. ഒരു ലേഖനം, ആ ലേഖനത്തിൽ പറയുന്നത് ഇദ്ദേഹം ഇതുവരെ 2D ബേസ്ഡ് ആയിട്ട് ഇപ്പം ദലായിൽ ഖൈറാത്തിന്റെ ചിത്രങ്ങളായി ഇമേജറികളായി അതിനെ ഇദ്ദേഹം എന്താക്കി ഒരു 3D ബേസ്ഡ് വിയറബിൾ ഒബ്ജക്റ്റ് ആക്കി മാറ്റി. അതായത് ചെരുപ്പ് നിബിധങ്ങളുടെ അതിൻ്റെ അതേ കോലത്തിൽ ഉണ്ടാക്കുകയും എന്നിട്ട് അതിനെ ഒരു ആൾക്കാർക്കെതിരെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും മൂപ്പർക്കെതിരെ എന്ത് വന്നു, എതിർപ്പുകൾ വന്നു. സ്വാഭാവികം ഡിസൈസിസ് വന്നു. ഒരു സമൂഹം 2 തട്ടായി. മൂപ്പരെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ ബർക്കത്ത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ടീം വന്നു. അല്ലാത്തൊരു ടീമും ഈ ഒരു വിഷയത്തിൽ വന്നതായിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പറിന്റെ ലേഖനത്തിൽ കിട്ടും. കാരണം ഇതിന് വിഷയം എന്ന് പറഞ്ഞാൽ പോപ്പുലർ കൾച്ചർ എപ്പോഴും ഐഡിയോളജിക്കലി എതിർക്കപ്പെടും. പോപ്പുലർ കൾച്ചേഴ്സ് ഐഡിയോളജി എതിർക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത് ഫസ്റ്റ് ഒബ്ജക്റ്റ്, രണ്ടാമത് റെലിക്ക്, മൂന്നാമതായിട്ട് ഈ റെലിക്ക് ഇമേജ്, നാലാമതായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു വിയറബിൾ ഒബ്ജക്റ്റ് ആക്കി. ഇപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഹബീബിലേക്ക് അടുക്കാനുള്ള ഒരു പ്രാധാന്യത്തോടെ ഉണ്ടാക്കിയ സാധനം. അപ്പൊ ഹബീബിനെ സ്നേഹിക്കുക. അവിടെയാണ് ജോർജ് സിമ്മലിന്റെ ഒരു തിയറി കണ്ടന്റ് ആൻഡ് ഫോംസ്. മുബര പറയുന്നുണ്ട് ഒരു വസ്തു അത് റിലീജിയനായി ബന്ധപ്പെടുമ്പോൾ റിലീജിയസിറ്റി ആയി മാറും. അപ്പൊ ഇപ്പോ ഈ നായില് നിബിധങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തഖ്വയുടെ ഭാഗമായിട്ട് മാറി. അതാണ് ഇവിടെ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഓർമ്മ വന്നത്, നമ്മുടെ ഹീലിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സുകളുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വർക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഇപ്പൊ ഹീലിങ്ങിന്റെ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ സാധാ കണ്ടുവരുന്ന തേങ്ങ അതേപോലെയുള്ള ഒബ്ജക്ട്സുകൾക്ക് ഒരു പ്രാധാന്യം അവിടെ, ഒരു സാക്രഡ് അവിടെ കൊടുക്കുന്നുണ്ട്.
പക്ഷെ അത് റൂമിന്റെ ആ ഒരു ഹീലിംഗിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തു വരുന്ന സമയത്ത് അതിന് തീരെ പ്രാധാന്യം ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റും ഫോമും രണ്ടും വ്യത്യസ്തം. ഇവിടൊക്കെ കണ്ടന്റ് എന്ന് പറഞ്ഞ നിമിത്തങ്ങളോടുള്ള സ്നേഹം, അത് ആ ഒബ്ജക്റ്റിലാവട്ടെ, റിലിക്കിലാവട്ടെ, ഇമേജ് റിലിക്സിലാവട്ടെ, ഈ വിയറബിൾ ഒബ്ജക്റ്റ്, ഇതൊക്കെ നിമിത്തങ്ങളോടുള്ള സ്നേഹം എന്നുള്ള സംഭവമാണ് കണ്ടന്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഫോം എന്താണ്? ഫോം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇമേജ് ആയി, റിലിക്സ് ആയി, റിലിക്സ് ഇമേജ് ആയി, ഇമേജ് വിയറബിൾ ഒബ്ജക്റ്റ് ആയി. ഫോം ചേഞ്ച് ചെയ്യും, പക്ഷെ കണ്ടന്റ് ചേഞ്ച് ചെയ്യും. ഇതൊന്നുകൂടി റിലേറ്റ് ചെയ്യാൻ ഞാൻ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ബ്ലോസ്ബെറി ഹാൻഡ് ബുക്കിൽ തന്നെ ഒരു ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് കാഴ്ബനെ കുറിച്ചിട്ട് ഒരു ലേഖനമാണ്, ആൻഷപ്പറിന്റെ ഒരു ലേഖനമാണ്. അപ്പോ അവരതിൽ പറഞ്ഞു വെക്കുന്നത് കഅബ രണ്ട് ടൈപ്പാണ്. ഒന്ന് നമ്മൾ കാണുന്ന ആ കഅബ സിംഗുലർ ആയി, അതിന്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞ വാദം ന്യായീകരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു വേറെ രൂപത്തിലുള്ള കഅബയായിരുന്നു. ഹിജ്ർ ഇസ്മായിലൊക്കെ അടങ്ങുന്ന ഒരു അത് ഖുറൈശിയുടെ കാലത്ത് എന്തായി ആ രൂപം മാറി. അത് പിന്നെ തോന്നി ഈ ഒരു ചർച്ച നമ്മുടെ സിയാവുദ്ദീൻ സർദാറിന്റെ ഒരു വർക്കില് ഇങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ട്. അപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരാണിത്, ഈ കണ്ടന്റ് ഫോംസ്. അപ്പൊ ഞാൻ പറഞ്ഞു അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ കാലത്ത് ഇത് പിന്നെ എന്തായിട്ടുണ്ട്, ഇബ്രാഹിം നബിന്റെ കാലത്ത് എങ്ങനെയുണ്ടായി അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കും. പിന്നെ ഉമവികളെ പിന്നെ ആക്രമിച്ച കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് മാറ്റം വരുന്നുണ്ട്. അവിടെ കണ്ടന്റ് ഫോം മാറുന്നുണ്ട്, പക്ഷെ കണ്ടന്റ് എന്താ? അള്ളാഹുലേക്ക് വെക്കുക, അള്ളാഹുവിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള സംഭവമാണ് ഈ കഅബ എന്നുള്ള സംഭവം. അതേപോലെ തന്നെ നമുക്ക് കാണപ്പെടുന്ന സംഭവമാണ് ഈ കഅബ എന്നുള്ളത്. പലയിടത്തും നമ്മൾ ഇപ്പൊ വീടിന് മുന്നിൽ കഅബ ഒരു രൂപമായിട്ട് വെക്കും. ഇപ്പൊ തുർക്കിയിലൊക്കെ വളരെയധികം എല്ലായിടത്തും കാണപ്പെടുന്ന സംഭവമാണ് ഈ കഅബന്റെ ഫോട്ടോ വെക്കുക എന്നുള്ളത്. പൊതുവെ നമ്മുടെ വീടുകളിലെ ഗ്രാമങ്ങളിലുള്ള വീടുകളിലൊക്കെ നോക്കിയാൽ തന്നെ ഒരു ഭൂമുഖത്തീകരണ സമയത്ത് തന്നെ നമുക്ക് ഒരു സൈഡിലൊക്കെ ആയിട്ട് മക്കയുടെ ഫോട്ടോ കാണാൻ കഴിയും. മക്കയുടെ ഫോട്ടോ ഒന്നും ഇല്ല, ഇതേപോലെ നെഹലിന്റെ ഇത് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് തബറക്കിനായിട്ട് വേണ്ടിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വീട് അലങ്കരിക്കുക, സീനാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു തരത്തിലും നമുക്ക് കാണാൻ കഴിയും. അതെ, അതാ ഞാൻ ഇത്രയും നേരം പറഞ്ഞു തന്നത്. അപ്പം എന്താണ് ഈ വീടിന്റെ മുമ്പിൽ വെക്കുന്ന ഈ ഫോട്ടോസ് അങ്ങനെ ഇതിലൂടെ ഒക്കെ ഇതാക്കുന്ന ആ കഅബ എന്നുള്ളതിന് റെപ്രസെന്റ് ചെയ്യുക ചെയ്യുന്നത്. ആ കഅബ എന്നുള്ളത് അള്ളാഹുവിനെ റെപ്രസെന്റ് ചെയ്യുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ള സംഭവം. ഇപ്പം ഇതിന് ഷാബ് അഹമ്മദ് വാട്ട് ഇസ്ലാം ഷാബ് അഹമ്മദ് പറയുന്നത് ആർട്ട് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മുടെ ബോധത്തിന്റെ ഒരു ബോധം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിന്റെ ഏജന്റ് ആയിട്ടാണ് ഓരോ ഒബ്ജക്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു കഅബന്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരും? അള്ളാഹുവിന്റെ ഓർമ്മ വരും. ആ ദിക്റിനുള്ള ഒരു ഏജന്റ് ആയിട്ട് ആ ഒബ്ജക്റ്റ് മാറി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പം മുസല്ല വരികയാണ്. ഇപ്പൊ മുസല്ലയിൽ നടക്കുന്ന ഈ ആർട്ട് വർക്കുകൾ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഇപ്പൊ അതിലുള്ള ഒരു വിളക്കാണെങ്കിൽ അള്ളാഹു നൂറാണെന്നുള്ളതിന്റെ മേലായിരിക്കും. അതിലുള്ള ഓരോ ഡിസൈൻസിന് തമ്മിലുള്ള ഐക്യം അറിയിക്കുന്നത് ഈ ഭൂമിയിലുള്ള യൂണിറ്റിയുടെ, അള്ളാഹിന്റെ ക്രിയേഷനുള്ള യൂണിറ്റിയെ കുറിച്ചിട്ടാണ് അറിയിക്കുന്നത്. അതിനൊക്കെ അർത്ഥം, അതിനൊക്കെ ഓരോരോ പ്രതീകങ്ങളുണ്ട്, ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെയാണ് അള്ളാഹു താല പറയുന്നത് എന്ത് ഈ പ്രതീകങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്ക്, അള്ളാഹുവിന്റെ പ്രതീകങ്ങളെ ബഹുമാനിക്കുന്ന ഇത് എന്താണ്? തഖ്വയുടെ ഭാഗമാണ്. നമുക്ക് തഖ്വ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്? ഇങ്ങനത്തെ ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കേണ്ടത്. എങ്ങനെയാണ് അങ്ങനെ വരണം നമ്മുടെ പഠനങ്ങൾ എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ വ്യൂവേഴ്സിന് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഇത്. ഇപ്പം സാധനങ്ങൾ മാറാം, പക്ഷെ കണ്ടന്റ്സ് മാറുന്നില്ല. അതെപ്പോഴും റസൂലിലേക്ക് അടക്കുക. എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം, ഒബ്ജക്ട്സുകളുടെ ഫോമുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം, പക്ഷെ കണ്ടന്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായ ഒരു ആകത്തുക പറയുകയാണെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ഇത്തരം ഒബ്ജക്ട്സുകളെ വെച്ചുകൊണ്ടുള്ള ഇസ്ലാമിനെ പഠിക്കുക എന്നുള്ളത് അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സാധനം ഖുറാനിൽ തന്നെ പറഞ്ഞ താബൂത്ത്, ആ ഒരു പെട്ടി, സുന്ദൂക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സംഗതികൾ. നമുക്ക് ഇതുവരെ ആ ഒരു ഒബ്ജക്ട്സുകളെ കുറിച്ച് പഠിച്ച സമയത്തൊന്നും അങ്ങനെ ഒന്നും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സ്റ്റോറി. പക്ഷെ ആ ഒരു ഖുറാനിൽ പറയപ്പെട്ട സാധനം തന്നെ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്ട്സുകൾക്ക് എത്രത്തോളം പ്രാധാന്യം. പ്രവാചകന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഒരു അവരുടെ ഒരു ആധാറുകള് അതിൽ ആ സുന്ദൂക്കിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അതൊരു പ്രവാചകനെ ഐക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സുന്ദൂക്ക് ഉപയോഗിക്കാന്ന്, താബൂത്ത് എന്ന സുന്ദൂക്ക് ഉപയോഗിക്കാറ് ഭയങ്കരമായിട്ട് വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നും കൂടിയാണ്.
ഈ ഒരു ഒബ്ജക്ട്സുകൾ വെച്ചിട്ട് തന്നെ ഇസ്ലാമിനെ കാണേണ്ടത് ഭയങ്കര ആവശ്യമായിട്ടുള്ളതാണ്. ഏതായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇൻഷാ അല്ലാ ഇനി അടുത്ത ഒരു എപ്പിസോഡും മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.